ഹലോ ഗൈസ്, ഞാനങ്ങനെ നാട്ടിലെത്തി. കുറച്ചൊരു ഡീറ്റെയിൽ പറയാനുണ്ട്. പ്രത്യേകിച്ച് എയർ അറേബ്യ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത നമ്മുടെ പോളണ്ടിലുള്ള മലയാളീസ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ക്രാക്കോ എന്ന് പറഞ്ഞു, ക്രാക്കോ ടു ഷാർജ ടു കൊച്ചിൻ അങ്ങനെയായിരുന്നു. എയർപോർട്ടിലൊക്കെ കറക്റ്റ് സമയത്തൊക്കെ ചെന്ന് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അവരവിടെ ടെർമിനലിൽ എല്ലാ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ടെർമിനലിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫ്ലൈറ്റ് വന്നത് തന്നെ ഓൾറെഡി ഒരു മണിക്കൂറിനടുത്ത് ലേറ്റായിട്ടാണ് വന്നത്. അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയത്താണ് ശരിക്കും നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറണേ. എനിക്ക് എൻ്റെ ലേ ഓവർ ടൈം ഷാർജയിൽ വെറും 50 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി ലേറ്റ് ആയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഷുവറായി എനിക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടില്ല എന്നുള്ളത്. വേറെ കുറച്ച് കൂട്ടുകാരുണ്ട് അവിടുന്ന് ഫ്ലൈറ്റ് മിസ്സായവർ. അവരെ വിളിച്ചിട്ട് ഞാൻ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുത്ത്. ഫ്ലൈറ്റ് അത്യാവശ്യം ഫുള്ളായിരുന്നു കേട്ടോ ഇവിടുന്ന് പോണ ടൈമിൽ, പോളണ്ടിൽ നിന്ന് പോണ ടൈമിൽ. കാര്യം ഞാൻ തന്നെ വിചാരിച്ചില്ല ഇത്ര ആൾക്കാർ പോളണ്ടിൽ നിന്ന് ഷാർജയിലോട്ട് പോകണമെന്ന്. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് അവിടെ ഷാർജയിലോട്ട് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ആക്ച്വലി ആ ടൈമിൽ തന്നെ എൻ്റെ കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് ഷുവറായി ഈ ഫ്ലൈറ്റ് എന്തായാലും മിസ്സാവും എന്നുള്ള കേസ്. നമ്മൾ ആ ടെർമിനലിൻ്റെ അവിടെ ഇറങ്ങി നേരെ മേളിലോട്ട് കയറി കഴിയാൻ നേരത്ത് മേ ഐ ഹെൽപ്പ് യു എന്നും പറഞ്ഞിട്ട് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അടുത്തപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ എമർജൻസി ആണ്, എൻ്റെ ടൈം ഇപ്പോഴാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടേണെത്തുമ്പോൾ അവിടെ കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ പറഞ്ഞേക്കണേ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ ടേണെത്തിപ്പോൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് ഈ ഫ്ലൈറ്റ് ഓൾറെഡി മിസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഉള്ളിൽ പറയണത്. അടുത്ത സ്റ്റാഫിൻ്റെ അടുത്ത് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എക്സിറ്റ് വഴി കാണിച്ചു തന്നു. കാരണം എയർ അറേബ്യയുടെ ഓഫീസ് ഇതിന് പുറത്താണ്, അപ്പോൾ എക്സിറ്റ് അടിച്ച് അവിടെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തിനാണ് എക്സിറ്റ് അടിച്ച് പോകണേ. കാരണം എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ 100 ചോദ്യം എൻ്റെ അടുത്ത് അവർ ചോദിക്കും. ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കില്ല. ഞാൻ അങ്ങനെ എക്സിറ്റ് ഒന്നും അടിച്ച് പോയൊന്നുമില്ല. ഞാൻ നേരെ അവിടെ നിന്ന് ഷാർജയിൽ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എയർപോർട്ടിൽ അറബികളൊക്കെ ഇരിക്കുന്ന ഒരു ക്യാബിനുണ്ട്. ഞാൻ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന് സംസാരിച്ച് അപ്പോൾ അവർ എയർ അറേബ്യയുടെ ഡെസ്ക് ഉണ്ട്, അത് കാണിച്ചു തന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ചെന്ന് ഞാൻ കാര്യം പറഞ്ഞു, ഫ്ലൈറ്റ് മിസ്സായി, ഇങ്ങനെയാണ് കാര്യം. ഞാനിത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഫ്ലൈറ്റ് അപ്പം ഉണ്ടായില്ല, ശരിക്കും പിറ്റത്തെ ദിവസം ഓർന്നു. അപ്പോൾ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നത്. എനിക്ക് റൂം എനിക്ക് പ്രൊവൈഡ് ചെയ്ത്, ഫുഡ് പ്രൊവൈഡ് ചെയ്ത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടാക്സികൾ ഇതൊക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്ത്. ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വിസ എടുക്കണം. 30 AED അവിടുത്തെ ദർഹം എന്തോ ചിലവാകുമെന്ന് പറഞ്ഞ് അതിൻ്റെ ക്യാഷ് നിങ്ങൾ തന്നെ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുത്തെ അടുത്തൊരു കൗണ്ടറിൽ ചെന്ന് അവിടെ ഒരു മലയാളിയാണ് ഇരുന്നത്. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളി അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി എനിക്ക് ഫോം വന്ന് ഞാൻ ഫില്ല് ചെയ്ത് അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ഉണ്ട്. അവിടുത്തെ ഇമിഗ്രേഷൻ, അതായത് ഒരു 7-8 ലെയർ ക്യൂ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടൊരു ഇമിഗ്രേഷൻ ഉണ്ട്. അവിടെ ചെല്ലണം നമ്മൾ. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇമിഗ്രേഷനിൽ നമ്മുടെ പാസ്പോർട്ടും ഈ തന്ന നമ്മുടെ വിസയുടെ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ഫീസ് അടച്ച ഇതൊക്കെ അവിടെ കൊടുത്തു കഴിയാൻ നേരത്തിട്ട് അവർ നമുക്ക് 14 ദിവസത്തേന്നാണ് വിസ തരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. ആർക്കെങ്കിലൊക്കെ ഫ്ലൈറ്റ് മിസ്സാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. കുറേ നേരം കിടന്ന് വട്ടം ചുറ്റിയതാണ്. അപ്പോൾ അങ്ങനെ ആരും ചുറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സ്റ്റേയുടെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോയും കണ്ടിരിക്കണം. അപ്പോൾ ബൈ ഗൈസ്.